ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസത്തെ കുറച്ച് ജോലികളുടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിങ്ങനെ പടർന്ന് കയറുന്നുണ്ട് ഈ ഒരു ഗ്രില്ലിൽ. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. പക്ഷേ ഇതുവരെ അതിൽ പൂവൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇട്ട് കൊടുക്കണമായിരിക്കും, എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുത്താലായിരിക്കുള്ളൂ പൂവിടുന്ന് വിചാരിച്ചിട്ട് ഞാനത് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളാണ്. അപ്പോൾ അന്നത്തെ ദിവസം അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ മുട്ട കുക്കറിലാണ് പുഴുങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കും പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ രാവിലത്തെ തിരക്കിട്ട ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചക്കേലേക്ക് അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കണം, പിന്നെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്ലാൻ. അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് വന്നു, അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ മുട്ടക്കറി സാധാരണ തേങ്ങാപ്പാലിലൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മിക്കവാറും അങ്ങനെ തന്നെയാണ് മുട്ടക്കറി ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ അപ്പവും മുട്ടക്കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മഴയായതുകൊണ്ട് തുണി ഉണങ്ങി കിട്ടാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് എടുത്തിട്ട് അകത്ത് സിറ്റിംഗ് റൂമിൻ്റെ അവിടെ വെച്ച് ഫാനിട്ട് ഉണക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതൊരു വലിയ പണി തന്നെയാണ് ഫ്ലാറ്റിൽ. പിന്നെ കുറച്ച് ക്ലീനിങ് ഡീക്ലട്ടറിങ് പരിപാടികളൊക്കെയാണ് കേട്ടോ. കുറേ ബുക്സൊക്കെ ഒന്ന് ഒഴിവാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ദാ ഈ ഒരു ബോക്സ്, ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പഴയ ബുക്സൊക്കെ തൽക്കാലം നമുക്കൊന്ന് മാറ്റണമെങ്കിൽ ഒരു പ്ലേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സിനകത്തോട്ടാണ് കേട്ടോ വെക്കുന്നത്. ബാക്കി ഒഴിവാക്കേണ്ട ബുക്സൊക്കെ നമ്മളെടുത്തങ്ങ് ഒഴിവാക്കുക അങ്ങനെ. പിന്നെ എന്താ, ചവിട്ടികളൊക്കെ ക്ലീൻ ആവാനുണ്ടായിരുന്നു, ഉണങ്ങി കിട്ടാനും ഒക്കെ പാട് തന്നെയാണ്. അപ്പം നമ്മൾ ആ സ്റ്റാൻഡിൽ ആ കമ്പിയിലിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നനയും. അപ്പം ഒരു ചെയറിലോട്ടിട്ടിട്ട് അവിടെ വെച്ചേക്കാണ് കേട്ടോ. ഇത് വീക്കെൻഡിലെ ഒരു വ്ളോഗാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. അപ്പം പഠിത്തവും ടി വി കാണലും എല്ലാം സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് ചക്ക കിട്ടി. അപ്പോൾ അതാണ് സ്നാക്ക്. ചക്കയുടെ സീസണൊക്കെ തീർന്നു തുടങ്ങിയല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ചൊരു റിലാക്സിങ് ഡേ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ടൻ ചായ കുടിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ. അങ്ങനെ കുറച്ച് കട്ടനൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇതാ നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കണമല്ലോ, അപ്പം അത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം, പിന്നെ മാരിനേറ്റ് ചെയ്യണം. അങ്ങനത്തെ ജോലികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പണികൾ അവിടെ നടക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ദിവസം എങ്ങനെ നല്ല കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സും കൂടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരുപാട് സമയമെടുക്കും. അതിന് പകരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് അന്നത്തെ ദിവസം പോകേണ്ടതെന്ന്. അതുകൂടാതെ നിങ്ങൾ പ്ലാനിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ദിവസം ചെയ്യേണ്ട എല്ലാ ജോലികളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു ഓർഡറും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അന്നത്തെ ദിവസം കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ പ്ലാൻ ചെയ്യുക. അതുപോലെ പ്ലാനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൽ ഒരു പ്രയോറിറ്റി ഉണ്ടാവണം. അതിൽ ഏത് കാര്യമാണ് ആദ്യം വരേണ്ടത്, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണ് ആദ്യം ചെയ്തു തീർക്കേണ്ടത് എന്നുള്ള ഒരു പ്രയോറിറ്റിയും കൂടി ഉണ്ടെങ്കിൽ മിനിമം കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഡേ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ എൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ഫോൺ മാറ്റി വയ്ക്കുക. ഇത് പലർക്കും പല പോലെയാണ്. ചിലർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ചെയ്തു പോകുന്ന ജോലിയുടെ ഇടയിൽ ഫോണിൽ വീഡിയോസോ അങ്ങനെയൊക്കെ കാണുവാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ചിലർക്കെങ്കിലും അതൊരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ല തിരക്കാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ഫോൺ മാറ്റി വയ്ക്കുക. ഫോൺ സൈലൻറ്റിലിടുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഫോണുമായിട്ടുള്ള ഒരു ബന്ധം, അതായത് ഫോൺ നമ്മളുടെ കാര്യങ്ങൾക്ക് ഒരു തടസ്സമാവുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എന്തായാലും ഫോൺ മാറ്റി വയ്ക്കാൻ വേണം കേട്ടോ.
പിന്നെ പ്രൊഡക്റ്റീവ് ആവാനുള്ള മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ വീട്ടിൽ മാക്സിമം നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്യുക. ഇപ്പം കിച്ചൺ ആണെങ്കിലും വീട്ടിലെ മറ്റ് ഏരിയാസ് ആണെങ്കിലും സാധനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ജോലികൾ എപ്പോഴും നമുക്ക് തീരാത്ത പോലെ തോന്നും. അപ്പോൾ എനിക്ക് പേഴ്സണലി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡീക്ലട്ടറിങ് ചെയ്യുക എന്നുള്ളത്. കാര്യം നമ്മൾ ഒരു മിനിമലിസ്റ്റ് ഫാമിലി അല്ല, ഒരുപാട് സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്തായാലും അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് എന്തായാലും ഡീക്ലട്ടറിങ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് സ്പേസ് ഉണ്ടാവും വീട്ടിൽ, മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. പലപ്പോഴും നമുക്കത് ഹെൽപ്ഫുള്ളാണ്. കാരണം പല ജോലികൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കൂടുതൽ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റലുണ്ട്. പക്ഷേ അതൊരു വില്ലനായിട്ടും കടന്നു വരും കേട്ടോ. അതായത് നമ്മൾക്ക് ഒരു ജോലിയും ചിലപ്പം പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റാതെ വരും. കാരണം നമ്മുടെ മൈൻഡ് ഒരു കാര്യത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ പല കാര്യത്തിൽ വരുമ്പോൾ. പിന്നെ കുറേ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുക, നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കുറച്ച് ടിപ്സും കൂടി ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലഞ്ചിൻ്റെ ജോലികൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആക്കുന്നുണ്ട്, അതുപോലെ ചീര തോരൻ വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പപ്പടം കൂടി ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചിങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെന്താ, ചോറും കറികളും എല്ലാം തന്നെയുണ്ട്. നല്ല ടേസ്റ്റി ലഞ്ചായിരുന്നു കേട്ടോ. അതുപോലെ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട്. തകർത്ത് പെയ്യുന്ന സമയത്ത് നല്ല നാടൻ ലഞ്ച് കഴിക്കാൻ നല്ല രസമാണല്ലേ. അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ മോൾ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ തേച്ചിട്ടിട്ടുണ്ട്. കഴുകി എടുക്കുന്ന പണി അവളുടെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ മഴയാണല്ലോ കുറച്ച് ദിവസം പെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും മഴ പെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു മടിയൊക്കെ തോന്നും. കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനും നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണല്ലേ മഴ പെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ വായിച്ച് തീർക്കാനൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് എടുത്തിട്ട് ഇതൊരു 3 മണിയൊക്കെ കഴിഞ്ഞ സമയമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ബുക്ക് വായിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു മൂവി ഇട്ടു. പഴയൊരു മൂവിയാണ്, ജയസൂര്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന മൂവി. ക്യാപ്റ്റൻ സത്യൻ്റെ ലൈഫ് പറയുന്നൊരു മൂവിയാണ്. നല്ല മൂവിയാണ്, പക്ഷേ കുറച്ചൊരു എന്താ പറയുക, ഡള്ളാണ്. ഭയങ്കര ഒരു ഹാപ്പി മൂവിയൊന്നുമല്ല. അപ്പം എന്താ പറയുക, വൈകുന്നേരം സ്നാക്കായിട്ട് മാങ്ങയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെന്താ, വീണ്ടും പാത്രങ്ങൾ കഴുകാനുണ്ട്. പാത്രങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞാൽ തീരില്ല അല്ലേ. ഓരോ നേരവും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം എന്തായാലും ഒന്ന് പുറത്തിറങ്ങാനുണ്ട്. ഡെക്കാത്ലോൺ എന്ന് പറയുന്ന ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.